ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം സംസരസ്വത്യേ നമ. ഓം ഗം ഗണപതയേ നമ. ഓം ഗം സിദ്ധേ നമ. എല്ലാവർക്കും നമസ്കാരം. ദേവിയുടെ അനുഗ്രഹത്താൽ നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത ശ്ലോകം മുതൽ തുടങ്ങാം. കഴിഞ്ഞ വീഡിയോയിൽ 14-ാമത്തെ ശ്ലോകം, അതായത് യാദേവി സർവഭൂതേഷു വിഷ്ണുമായേതി ശബ്ദിത നമസ്തസ്യൈ 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 നമോ നമഃ എന്ന ശ്ലോകം 14, 15, 16 അത് 3 തവണ വീതം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ 3 എണ്ണമായിട്ട്. അതുപോലെ അടുത്ത ശ്ലോകം യാദേവി സർവഭൂതേഷു ചേതനേത്യഭിധീയതേ, അത് 17, 18, 19. അങ്ങനെയാണ് നമ്മൾ 82-ാമത്തെ ശ്ലോകം വരെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൽ ഇന്ദ്രിയാണാം അധിഷ്ഠാത്രി ഭൂതാനാം അഖിലേഷുയ ഭൂതേഷു സതതന്തസേ വ്യാപ്തേ ദേവി നമോ നമഃ. ഈ ശ്ലോകം വരെ നമ്മൾ 3 തവണ വീതം റിപ്പീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് 80-ാമത്തെ ശ്ലോകം ചിതിരൂപേണ യാഗസ്നമേതദ്വ്യാപ്യ സ്ഥിത ജഗത് നമസ്തസ്യൈ 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 നമോ നമഃ. അത് ഒരു പ്രാവശ്യം ജപിച്ചാൽ മതി. അത് കഴിഞ്ഞ് സ്തുതാസുരൈഹി പൂർവമഭീഷ്ട സംശ്രയാത് തഥാ സുരേന്ദ്രേണ ദിനേഷു സേവിത കരോതു സാന ശുഭഹേതുരീശ്വരി ശുഭാനി ഭദ്രാണ്യഭിഹന്തു ചാപദ യാ സാമ്പ്രതം ചോദ്ധത ഇത്യദാഭിതൈ അസ്മാഭിരീശാ ച സുരൈർനമസ്യതേ യാ ച സ്മൃത തക്ഷണമേവ ഹന്തിന സർവാപദോ ഭക്തി വിനമ്രമൂർത്തിഭി. ഇത് 82-ാമത്തെ ശ്ലോകമാണ്. ഇത് കഴിഞ്ഞ് ഋഷിരുവാച 83-ാമത്തെ ശ്ലോകം ഉവാച മന്ത്രം അതിനുശേഷം 84-ാമത്തെ മന്ത്രം പറയുകയാണ്. ഏവം സ്തവാദിയുക്താനാം ദേവാനാം തത്ര പാർവതി സ്നാതും അഭ്യായയൗ തോയേ ജാഹ്നവ്യ നൃപനന്ദന. നമുക്ക് നോക്കാം. ഏവം സ്തവാദിയുക്താനാം, ഇവിടെ നൃപനന്ദന എന്ന് പറഞ്ഞാൽ നൃപൻ്റെ നന്ദൻ, രാജകുമാര. ഇവിടെ സുരഥ രാജാവിനെ വിളിച്ച് ഋഷി പറയുകയാണ് പാർവതി ദേവിയെ. തത്ര ആ ഹിമാചലത്തിൽ, അതായത് ഹിമവാൻ പർവ്വതത്തിൽ, ഏവം സ്തവാദിയുക്താനാം, ഇങ്ങനെ സ്തവങ്ങളോടുകൂടി അതായത് സ്തോത്രാദികളോടുകൂടി ദേവകളുടെ ജാഹ്നവ്യ തോയെ ഗംഗാജലത്തിൽ, ജാഹ്നവി എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഗംഗാനദിയെയാണ്, തോയെ ജലത്തിൽ, ഗംഗാജലത്തിൽ, സ്നാതും എന്ന് പറഞ്ഞാൽ സ്നാനം ചെയ്യാനായി, അതായത് കുളിക്കാനായി ദേവി സ്നാതും അഭ്യായയൗ എന്ന് പറഞ്ഞാൽ അഭ്യായയൗ ഗമിച്ചു, അതായത് സ്നാനം ചെയ്യുന്നതിനായി പോയി. അപ്പോൾ ദേവകളിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, അത് ഗൗനിക്കാതെ ദേവി പുരോഭാഗത്തുകൂടി കുളിക്കാനായി പോയി എന്നർത്ഥം. സുരഥ മഹാരാജാവെ, പാർവതി ദേവിയെ ഹിമവാനിൽ ഇപ്രകാരം സ്തുതിക്കുന്നവരായ ദേവന്മാരുടെ പുരോഭാഗത്തുകൂടി സ്നാനം ചെയ്യാനായി എഴുന്നള്ളി. അപ്പോൾ ദേവന്മാരെ ആദരിക്കാതെ പോയി, അല്ലെങ്കിൽ അവരെ ഗൗനിക്കാതെ പോയി എന്ന് വേണമെങ്കിൽ എടുക്കാം. ഇനി അടുത്ത ശ്ലോകം നോക്കാം. സാബ്രവീത്തൻ സുരാൻ ശുഭ്രോർഭവദ്ഭിസ്തൂയതേത്രക ശരീരകോശതശ്ചാസ്യാഹ സമുദ്ഭൂത ബ്രവീച്ഛിവ. സമുദ്ഭൂത എന്ന് പറഞ്ഞാൽ ഉദ്ഭവിച്ചവളായ ദേവി. ഇനി എവിടെ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് നോക്കുക. സാ സുഭ്രു, ആ സുന്ദരിയായ പാർവതി ദേവി, താൻ സുരാൻ, അപ്രകാരം സ്തുതിക്കുന്ന ദേവന്മാരോട്, അത്ര ഈ ഹിമവാനിൽ ഭവദ്ഭി കാ സ്തുയതേ, ആര്, ഭവദ്ഭി ഭവാന്മാരാൽ ആര് സ്തുതിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് സ്തുതിക്കുന്നത് എന്ന് ദേവി ചോദിച്ചു. ഇതി അബ്രവീൽ എന്ന് ചോദിച്ചു. അസ്യാഹ ശരീരകോശതഃ, പാർവതീദേവിയുടെ ശരീരകോശത്തിൽ നിന്ന് സമുദ്ഭൂത ശിവ, ഉദ്ഭവിച്ചവളായ ദേവിയാണ് അതിന് ഉത്തരം പറഞ്ഞത്. കാരണം അവിടെ നിന്ന് ദേവി സ്നാനം ചെയ്യുന്നതിനായി പോയി. ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞത് മറ്റൊരു ദേവിയാണ്, അതായത് ശരീരകോശത്തിൽ നിന്ന് ഉത്ഭവിച്ചവളായ ദേവി. ആ ദേവിയാണ് കൗശികി ദേവി, പാർവതി ദേവിയുടെ ശരീരകോശത്തിൽ നിന്ന് ഉദ്ഭവിച്ച കൗശികി ദേവി. പണ്ടൊരിക്കൽ ഞാൻ കവചൻ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു,
പാർവതീദേവിയെ നോക്കി കാളി എന്ന് കളിയായി വിളിക്കുകയും അത് നിമിത്തം പാർവതീദേവി തപസ് ചെയ്ത് ഗൗരവർണ്ണത്തെ പ്രാപിച്ചു എന്ന് പറയുകയും ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇവിടെ കളിയായിട്ടാണ് കാളിയെന്ന് വിളിച്ചതെങ്കിലും ആ വാക്ക് വ്യർത്ഥമായില്ല. ആ ശരീരം ഗൗരവർണ്ണത്തോടു കൂടിയതായി തീർന്നു എന്ന് ദേവി ഇവിടെ വിചാരിക്കുന്നുണ്ട്. പാർവതീദേവി ഉപേക്ഷിച്ച ആ കോശത്തിൽ നിന്നാണ് പാർവതി ശക്തി തന്നെ അതിസുന്ദരിയായി നീലവർണ്ണത്തോടുകൂടി ഒരു കന്യകയായി പ്രത്യക്ഷപ്പെട്ട് ഇവിടെ പാർവതിയുടെ കൂടെ ആ ഹിമവൻ പർവ്വതത്തിൽ ഇപ്പോൾ കാണപ്പെടുന്ന കൗശികി ദേവി. ഇനി ശിവപുരാണത്തിലെ വായുസംഹിതയിൽ പറയുന്നത് ഈ ശുംഭനിശുംഭന്മാർ എന്ന പേരോടുകൂടിയ ഈ 2 സഹോദരന്മാരായ അസുരന്മാർ ഉത്ഭവിച്ചതും അതുപോലെ തന്നെ അവർ തപോബലം കൊണ്ട് ഈ ബ്രഹ്മാവിൻ്റെ അടുക്കൽ നിന്ന് സകല പുരുഷന്മാരാൽ, അതായത് ഒരു പുരുഷനാലും ഈ ജഗത്തിലുള്ള ഒരു പുരുഷനാലും ഞങ്ങൾ വധിക്കപ്പെടരുതെന്നും അതുപോലെ അയോനിജയായ ഒരു സ്ത്രീയുടെ അംഗകോശത്തിൽ നിന്ന് ഉത്ഭവിച്ചവളായ അതിപരാക്രമത്തോടു കൂടിയവളായ അതുപോലെ തന്നെ പുരുഷ സ്പർശമേൽക്കാത്തവളായിരിക്കുന്ന ഒരു കന്യക ഞങ്ങളെ കാമിച്ചിട്ട്, അതായത് ആഗ്രഹിച്ചിട്ട് വധിച്ചു കൊള്ളട്ടെ എന്നും വരം വാങ്ങിച്ചു എന്നാണ് ശിവപുരാണത്തിൽ കാണുന്നത്. അതുപോലെ തന്നെ ആ വായുസംഹിതയിൽ തന്നെ വേറൊരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് ശിവൻ പാർവതിയോട് കൗശികി ആരാണെന്ന് ചോദിച്ചപ്പോൾ, ഹേ സ്വാമിൻ, എന്നാൽ സൃഷ്ടിക്കപ്പെട്ട ആ കൗശികിയെ ഭവാൻ കണ്ടില്ലയോ? അതുപോലെ ഒരു കന്യക ലോകത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഇനിമേൽ ഉണ്ടാവുകയുമില്ല. ആ കൗശികിയുടെ വീര്യവും ബലവും വാസസ്ഥലവും അതുപോലെ തന്നെ യുദ്ധത്തിലുള്ള നിപുണതയും ശുംഭനിശുംഭ വധരീതിയും ഭക്തന്മാർക്ക് അഭീഷ്ടദാനവും ദേവസംരക്ഷണം നിമിത്തം ബ്രഹ്മാവ് അറിയിച്ചുകൊള്ളും അങ്ങയെ എന്ന് പാർവതി ഉത്തരം പറഞ്ഞതായും വായുസംഹിതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ശരീരകോശത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, പാർവതിയുടെ ശരീരകോശത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണ് ഈ കൗശികി ദേവി. അത് നമ്മൾ ഈ ശ്ലോകത്തിൽ തന്നെ, ഈ കഥയിൽ തന്നെ ഉണ്ടത്. സുന്ദരിയായ പാർവതി സ്തുതിക്കുന്ന ദേവന്മാരോട്, അല്ലയോ ദേവന്മാരെ, ഈ ഹിമവൻ പർവ്വതത്തിൽ നിങ്ങളാൽ ഏത് ദേവതയാണ് സ്തുതിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് സ്തുതിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ പാർവതീദേവിയുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവയായ ശിവയായ ആദിശക്തിയാണ് ഉത്ഭവിച്ച് ഉത്തരം പറഞ്ഞത്. ആ ശിവ മഹാവിഷ്ണു, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരാദി സർവ്വദേവന്മാരുടെയും തേജസ്സോടുകൂടി അല്ലെങ്കിൽ തേജോരൂപിണിയായി ആദ്യമായിരിക്കുന്ന ശക്തി ശിവശക്തി തന്നെയായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇവിടെ ജ്ഞാനാർത്ഥനിധിയും അതുപോലെ തന്നെ സർവ്വജഗന്നിധിയും പരമാനന്ദനിധിയും ആകൊണ്ടാണ് പാർവതി ശരീരത്തെ കോശത്തോട് ഉപമിച്ചിരിക്കുന്നത്. പാർവതീദേവി തന്നെ പറയുന്നത്, തന്നിൽ നിന്ന് അന്യായ ഒരു ദേവത ഇല്ലാത്തതുകൊണ്ട് ഏത് ദേവത നിങ്ങളാൽ സ്തുതിക്കപ്പെടുന്നു എന്ന് ചോദിച്ച് പാർവതീദേവി ദേവന്മാരുടെ ആ അജ്ഞാനത്തെ അറിഞ്ഞിട്ട് കരുണയോടുകൂടി സ്വയമേ തന്നെ ഉത്തരം പറയുകയാണെന്നും വിവക്ഷയുണ്ട്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. സ്തോത്രം മമൈതക്രിയതേ ശുംഭദൈത്യ നിരാകൃതൈ ദേവൈ സമേതൈ സമരേ നിശുംഭേന പരാജിതൈ. ഇവിടെ സമരേ യുദ്ധത്തിൽ, നിശുംഭേന പരാജിതൈ അതുപോലെ നിശുംഭനാൽ പരാജിതരാക്കപ്പെട്ടു. സമേതൈ ദേവി അതുപോലെ സമസ്ത ദേവന്മാരാൽ മമ ഏതത് സ്തോത്രം ക്രിയതേ, എൻ്റെ ഈ സ്തോത്രം ചെയ്യപ്പെടുന്നു. അതുപോലെ ശുംഭദൈത്യ നിരാകൃതൈ, ശുംഭദൈത്യൻ അതായത് ശുംഭാസുരനാൽ നിരാകരിക്കപ്പെട്ടു. നിശുംഭേന പരാജിതൈ, നിശുംഭാസുരനാൽ പരാജിതനുമാക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള ഈ ദേവന്മാർ മമ ഏതത് സ്തോത്രം ക്രിയതേ, എൻ്റെ ഈ സ്തോത്രം അതായത് എന്നെ ഈ സ്തോത്രം കൊണ്ട് സ്തുതിക്കുന്നു എന്ന് ദേവി പറയുന്നു. ദേവൈ സമസ്തൈ എന്ന് പറഞ്ഞാൽ ദേവന്മാരാൽ, സമസ്ത ദേവന്മാരാലും യുദ്ധത്തിൽ നിശുംഭനാൽ പരാജിതനാക്കപ്പെട്ടവരും ശുംഭനാൽ നിരാകരിക്കപ്പെട്ടവരുമായ എല്ലാ ദേവന്മാരും സർവ്വ തേജോമയായി ശിവയായിരിക്കുന്ന എന്നെ സ്തുതിച്ചു, അല്ലെങ്കിൽ എന്നെ സ്തോത്രം കൊണ്ട് സ്തുതിച്ചു. അടുത്തത് ശരീരകോശാദ്യതസ്യാഹ പാർവത്യ നിസ്സൃതാംബിക കൗശികീതി സമസ്തേഷു തതോ ലോകേഷു ഗീയതേ. ഏതൊരു കാരണത്താലാണോ തസ്യാഹ പാർവതി, ആ പാർവതീദേവിയുടെ ശരീരകോശാത് ശരീരത്തിങ്കൽ നിന്ന് ശരീരകോശത്തിൽ നിന്ന് അംബിക നിസ്സൃത
ദേവി അംബികാദേവി നിർഗമിച്ചുവോ തതഹ അത് കാരണം അത് ഹേതുവായിട്ട് സമസ്തേഷു ലോകേഷു എല്ലാ ലോകങ്ങളിലും സമസ്ത ലോകങ്ങളിലും കൗശികീതി ഇതി ഗീയത. കൗശികി എന്ന് ഗീയത എന്ന് പറഞ്ഞാൽ പാടപ്പെടുന്നു, അതായത് കീർത്തിക്കപ്പെടുന്നു, പറയപ്പെടുന്നു എന്നർത്ഥം. അപ്പോൾ പാർവതിയുടെ ശരീരകോശത്തിൽ നിന്ന് ദേവി ഉത്ഭവിച്ചുവോ അത് ഏത് പാർവതിയുടെ അല്ലെങ്കിൽ ഏത് കാരണത്താൽ പാർവതി ദേവിയുടെ ശരീരകോശത്തിൽ നിന്ന് ദേവി ഉത്ഭവിച്ചുവോ അത് നിമിത്തം എല്ലാ ലോകങ്ങളിലും ആ ദേവിയെ കൗശികി എന്ന് പറയപ്പെടുന്നു. നിസൃത എന്ന് പറഞ്ഞാൽ അംബിക നിസൃത പുറപ്പെട്ടവൾ, ഉണ്ടായവൾ എന്ന് അർത്ഥം. കോശത്തിൽ നിന്നുണ്ടായവൾ ആയതുകൊണ്ടാണ് കൗശികി എന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ശ്ലോകം തസ്യാം വിനിർഗതായാം തു കൃഷ്ണ ഭൂത്സാപി പാർവതി കാളികേതി സമാഖ്യാത ഹിമാചല കൃതാശ്രയ. തസ്യാം വിനിർഗതായാം തു ആ ദേവി അങ്ങനെ വിനിർഗമിച്ചപ്പോഴാകട്ടെ, അതായത് പുറപ്പെട്ടപ്പോഴാകട്ടെ, സാ പാർവതി അപി കൃഷ്ണ ആ പാർവതീദേവിയും കൃഷ്ണവർണ്ണയായി, കൗശികിയെപ്പോലെ തന്നെ കറുപ്പ് നിറത്തോടുകൂടിയവളായി. കറുപ്പും നീലയും കൂടി കലർന്ന കളറാണ്, ശരിക്കും ബ്ലാക്ക് അല്ല കേട്ടോ. കാളിക ഇതി സമാഖ്യാത, കാളിക എന്ന് സമാഖ്യാത പറയപ്പെട്ടവളായി, പേരോടുകൂടി. ഹിമാചല കൃതാശ്രയ ഹിമവാൻ പർവ്വതത്തിൽ വസിക്കുന്നവളായി, അതായത് ഹിമവാനെ ആശ്രയിക്കുന്നവളായി ഭവിച്ചു. ആ ദേവി പാർവതീദേവിയുടെ ശരീരത്തിൽ നിന്നും വിനിർഗമിച്ചപ്പോൾ പാർവതീദേവിയും കൃഷ്ണവർണ്ണയായി കാളിക എന്നു പേരോടുകൂടിയവളായി ഹിമവാൻ പർവ്വതത്തിൽ വസിച്ചു എന്ന് അർത്ഥം. ഇനി പാർവതീ സമീപത്തിൽ നിന്ന് യാതൊരു കൗശികി പുറപ്പെട്ടുവോ അപ്പോൾ കൗശികിയെപ്പോലെ തന്നെ പാർവതിക്കും കൃഷ്ണവർണ്ണമായി തീർന്നു. ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പിലത്തെ ശ്ലോകത്തിൽ വായിച്ചു, ഗംഗാനദിയിൽ സ്നാനത്തിനായി പോയില്ലേ എന്ന് ചോദിച്ചാൽ ദേവന്മാരോട് ആരെയാണ് നിങ്ങൾ സ്തുതിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പാർവതീദേവി ശരിക്കും അവിടെ സ്നാനം ചെയ്യുന്നതിനായി പോയിരിക്കുകയാണ്. അപ്പോൾ ഉത്തരം പറഞ്ഞത് കൗശികിയാണ്. ദേവന്മാർക്ക് ഇതറിയില്ല. പാർവതീദേവിയുടെ മറ്റൊരു രൂപഭേദമാണ് കൗശികി എന്ന്. പാർവതീദേവി ആ ദേവിയെ അവിടെ തന്നെ സ്ഥാപിച്ചിട്ട് സ്നാനത്തിനായി ഗമിച്ചു എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ. ഇനി ഇവിടെ മഹാമായ ദേവകാര്യത്തിനായി ആദ്യം വിഷ്ണുവിൻ്റെ യോഗനിദ്രയായി തീർന്നു, പിന്നെ സർവ്വതേജോമയിയായ ശിവയായി ഭവിച്ചു, അനന്തരം പാർവതിയായി, പിന്നീടിപ്പോൾ കൗശികിയായി തീർന്നു. ദേവസ്തുതിയെ അംഗീകരിച്ചിട്ട് അതിനുശേഷം കാളികയായി. ആ കാളികയെ തന്നെയാണ് നമ്മൾ അംബിക എന്ന് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം തതോംബികാം പരം രൂപം ബിഭ്രാണാം സുമനോഹരം ദദർശ ചണ്ഡോ മുണ്ടശ്ച ഭൃത്യോ ശുംഭനിശുംഭയോഹോ. ഇവിടെ തതഹ അനന്തരം ശുംഭനിശുംഭയോഹോ ഭൃത്യവും, ശുംഭൻ്റെയും നിശുംഭൻ്റെയും. ഈ ശുംഭനിശുംഭന്മാരുടെ ഭൃത്യു എന്ന് പറഞ്ഞാൽ സേവകന്മാരായ ഭൃത്യന്മാരായ ചണ്ഡഹ മുണ്ടഹ ചണ്ഡനും മുണ്ടനും. പരം ഏറ്റവും സുമനോഹരം രൂപം അതിമനോഹരമായ രൂപത്തെ ബിഭ്രാണാം എന്ന് പറഞ്ഞാൽ ധരിച്ചവളായ, അതിമനോഹരമായ രൂപത്തെ ധരിച്ചവളായ അംബികാം ഈ കാളിക എന്ന പേരോടുകൂടിയ പാർവതിയെ, അതായത് അംബികാദേവിയെ ദർശിച്ചു. അനന്തരം ശുംഭനിശുംഭന്മാരുടെ ഭൃത്യന്മാരായ ചണ്ഡനെന്നും മുണ്ടനെന്നും പേരുള്ള അസുരന്മാർ ഏറ്റവും മനോഹരമായ രൂപത്തോടു കൂടിയ കാളിക എന്ന പേരോടുകൂടിയ പാർവതീദേവിയുടെ ശരീരകോശത്തിൽ നിന്നും ഉദ്ഭവിച്ച ആ ദേവിയെ കണ്ടു. ഇനി അടുത്ത ശ്ലോകം താഭ്യാം ശുഭായ ചാഖ്യാത സാതീവ സുമനോഹര കാപ്യാസ്തേ സ്ത്രീർ മഹാരാജ ഭാസയന്തി ഹിമാചലം. മഹാരാജ ഇവിടെ മുനി വിളിക്കുകയാണ്, അല്ലയോ മഹാരാജാവേ. സുരഥ മഹാരാജാവിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഹിമാചലം ഭാസയന്തി ആ ഹിമവാൻ, അതായത് ഹിമാചലത്തെ, അചലം പർവ്വതമാണ്, ഹിമാചലത്തെ ശോഭിപ്പിച്ചുകൊണ്ട് കാപി സ്ത്രീ ആസ്തേ ഒരു സ്ത്രീ വസിക്കുന്നു. ഇവിടെ ചണ്ഡമുണ്ടന്മാരാണ് ഈ സ്ത്രീയെ, ഈ അംബികാദേവിയെ കണ്ടിട്ട് പറയുന്നത്. ആ ഹിമവൻ പർവ്വതത്തെ ശോഭിപ്പിച്ചുകൊണ്ട് ഒരു സ്ത്രീ വസിക്കുന്നു അവിടെ. അതീവ സുമനോഹര ഏറ്റവും മനോഹരയായത് സ ആ കാളികാദേവി താഭ്യാം അവരാൽ, അതായത് ഇവിടെ അവരാൽ എന്ന് പറഞ്ഞാൽ ചണ്ഡമുണ്ടന്മാരാൽ, ശുംഭായ ആഖ്യാതാച ശുംഭനോട് പറയപ്പെടുകയും ചെയ്തു. ഈ ദേവിയെ കണ്ട കാര്യം അവർ ചെന്ന് ശുംഭനോടും നിശുംഭനോടും പറഞ്ഞു. ഇവിടെ അല്ലയോ മഹാരാജാവേ, ഹിമവൻ പർവ്വതത്തെ ശോഭിച്ചുകൊണ്ട് ഒരു സ്ത്രീ അവിടെ വസിക്കുന്നു, അവൾ അതിമനോഹരിയാണ്,
എന്ന് ശുംഭനോട് പറയപ്പെട്ടു. ഈ കാളിക ദേവി അത് ഇവിടെ രൂപവതിയായിട്ടുള്ള സുമനോഹരയായ കാളികാദേവി പാസുര സമക്ഷം ഇങ്ങനെ രാവണൻ സീതയെ മോഷ്ടിക്കാനുള്ള കാരണം എന്താണ്? ആ സീതയെ കണ്ടിട്ട് ശൂർപ്പണഖ ചെന്ന് രാവണനോട് പറയുകയാണ് ചെയ്തത്, അല്ലേ? അങ്ങക്ക് വളരെ യോജിച്ചവളാണ് സീത, മഹാസുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞ് രാവണനെ മോഹിപ്പിക്കുകയാണ്. നമുക്കറിയാം, രാമായണം കഥ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ഇവിടെ ശൂർപ്പണഖ ചെന്ന് പറയുന്നത് പോലെ തന്നെ ചണ്ടമുണ്ടന്മാരും ചെന്ന് ഇവിടെ ശുംഭനോട് പറയുകയാണ്, വളരെ മനോഹരിയായ ഒരു സ്ത്രീയെ ഹിമോൻ പർവ്വതത്തിൽ ഞങ്ങൾ കണ്ടു എന്ന്. അല്ലയോ മഹാരാജാവേ ശുംഭ, ദൈത്യേശ്വര, ഏറ്റവും മനോഹരയായ ആ സ്ത്രീ ഹിമോൻ പർവ്വതത്തെ ശോഭിപ്പിച്ചും കൊണ്ട്, അതുപോലെ സ്വയം ശ്യാമവർണ്ണയായ അവൾ അങ്ങനെ ഹിമവാനെ ശോഭിപ്പിച്ചുകൊണ്ട് ആ കാന്തി കൊണ്ട് അവിടെ എല്ലാം വ്യാപിച്ച്, അവളുടെ കാന്തി വ്യാപിച്ചുകൊണ്ട് അവൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇവിടെ അതീവ മനോഹര എന്നുള്ള സുമനോഹര എന്നുള്ളതിന് അത്യർത്ഥം ഇവ സുമനോഹര, ഇവ സുമനോഹര എന്നുള്ളത് പിരിച്ചു പറയുമ്പോൾ ഇഹി എന്ന് പറഞ്ഞാൽ കാമം, വസു എന്ന് പറഞ്ഞാൽ ധനം. ഇവ വസുക്കളുടെ കാമധനങ്ങളോട് കൂടിയവരുടെ മനസ്സിനെ ഹരിക്കുന്നവൾ. അങ്ങനെ പിരിച്ചു പറയുമ്പോൾ ഇവിടെ പാതിവൃത്യഭംഗമില്ലാത്ത സ്ത്രീ, അതായത് ഒരു മോശമർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ ധനം അപഹരിക്കുന്നവൾ അല്ലെങ്കിൽ വശത്താക്കുന്നവൾ എന്നുള്ള അർത്ഥത്തിൽ. ഇനി അതീവ സുമനോഹര എന്നാണെങ്കിൽ അതിനർത്ഥം സുമനോഹര, അതായത് സുമനസ്സിൻ്റെ ശോഭനമായ മനസ്സോടുകൂടിയ, അതായത് പരമേശ്വരൻ്റെ മനസ്സിനെ ഹരിച്ചവൾ, അർദ്ധാംഗത്തെ ഹരിച്ചവൾ എന്ന് നല്ല അർത്ഥത്തിലും എടുക്കാം. ഇത് ഏതർത്ഥത്തിൽ വേണമെങ്കിലും എടുക്കാം. നൈവതാദൃക്വചിദ്രൂപം ദൃഷ്ടം കേനജിദുത്തമം ജ്ഞായതാം കാപ്യസൗ ദേവി ഗൃഹ്യതാം ചാസുരേശ്വര. ഇനി അസുരേശ്വര, ഇവിടെ ചണ്ടമുണ്ടന്മാർ വിളിക്കുകയാണ്. അസുരേശ്വര, അല്ലയോ അസുരശ്രേഷ്ഠ, ക്വചിത് കേനചിത്, ഒരിടത്തും ഒരുത്തരാൽ, താദൃക് ഉത്തമം രൂപം, അപ്രകാരമുള്ള, താദൃക് എന്ന് പറഞ്ഞാൽ അതിനോട് സദൃശമായ, അതുപോലെയുള്ള അതിസുന്ദരമായ ആകാരം, ഉത്തമമായ അതിസുന്ദരമായ രൂപം, ദൃഷ്ടം ന ഏവ, ദൃഷ്ടം കാണപ്പെട്ടിട്ടേ ഇല്ല, ന ഏവ നിശ്ചയമായിട്ടും കാണപ്പെട്ടിട്ടില്ല, അസൗ കാപി ദേവി ഈ ഒരു ദേവസ്ത്രീ, ജ്ഞായതാം നിന്നാൽ അറിയപ്പെട്ടാലും, ഗൃഹ്യതാം ച ഗ്രഹിക്കപ്പെടുകയും ചെയ്താലും. എന്നാൽ ഇവിടെ നിന്നാൽ അറിയപ്പെട്ടാലും ഗ്രഹിക്കപ്പെടുകയും ചെയ്താലും എന്ന് പറഞ്ഞാൽ നീ എവിടെ അറിയണം, വിളിച്ചുകൊണ്ട് വരണം എന്നാണ് അർത്ഥം. ഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടണം എന്നർത്ഥം. അല്ലയോ അസുരേശ്വര, ഭൂമിയിലെങ്ങും ഒരുത്തരാലും അപ്രകാരമുള്ള അതിസുന്ദരമായ ഒരു രൂപം കാണപ്പെട്ടിട്ടില്ല. ഇതൊരു ദേവസ്ത്രീ തന്നെയാണെന്ന് പറയാം. ഈ ദേവസ്ത്രീ ആരാണെന്ന് ഭവാനാൽ അറിയപ്പെടുകയും ചെയ്യണം, സ്വീകരിക്കപ്പെടുകയും വേണം എന്ന് ശുംഭനോട് ഈ അസുരന്മാർ, ഈ ചണ്ടനും മുണ്ടനും പറയുകയാണ്. അത് അടുത്തത് ഇവിടെ ദേവിയെക്കുറിച്ച് ഇവിടെയും രണ്ടർത്ഥത്തിൽ പറയാം. അതായത് അസുരേശ്വര, ഹേ ശുംഭ, ഭുവനത്തിലെങ്കിലും ഇങ്ങനെയുള്ള ഒരു സ്ത്രീയില്ല, അപ്രകാരം ഉത്തമയായിരിക്കുന്ന അതിസുന്ദരിയായിരിക്കുന്ന രൂപം ഇതുവരെ കാണപ്പെട്ടിട്ടില്ല. ഈ ദേവസ്ത്രീ അങ്ങാൽ അറിയപ്പെടുകയും ഗ്രഹിക്കപ്പെടുകയും വേണം എന്ന് ദേവിയെക്കുറിച്ച് പറയുകയാണ്. അത് അനിഷ്ടാർത്ഥത്തിലെടുക്കുക, ഇഷ്ടം. ഇനി നല്ല അർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ ഹേ ശുംഭ, അപ്രകാരം ഇരിക്കുന്ന ജ്ഞാനരൂപം ഒരിടത്തും ആരാലും കാണപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ദേവി പരദേവതയാണ് എന്ന് നിന്നാൽ അറിയപ്പെടണം. ഇവളൊരു അബലയാണെന്ന് വിചാരിക്കരുത്. ഈ ദേവി ആത്മസംരക്ഷണത്തിനായിക്കൊണ്ട് നിന്നാൽ ആശ്രയിക്കപ്പെടുകയും വേണം എന്ന് ശുംഭനോട് നല്ല അർത്ഥത്തിലും പറഞ്ഞതായിട്ട് എടുക്കാം. ഇനി അടുത്തത് നോക്കുക. സ്ത്രീരത്നം അതിചർവാംഗി ദ്യോതയന്തി ദിശസ്ത്വിഷ സാ തുതിഷ്ഠതി ദൈത്യേന്ദ്ര താം ഭവാൻ ദൃഷ്ടുമർഹതി. സ്ത്രീരത്നം അതിചാർവാംഗി, അതായത് സാ ശ്രീരത്നം, ആ ശ്രീരത്നമാകട്ടെ അതിചാർവാംഗി എന്ന് പറഞ്ഞാൽ അത്യന്തം സുന്ദരിയായിട്ട്, ത്വിഷ തൻ്റെ ദീപ്തി കൊണ്ട്, പ്രകാശം കൊണ്ട്, ദിശഹ ദിക്കുകളെ, ദ്യോതയന്തി തിഷ്ഠതി ശോഭിപ്പിക്കുന്നവളായിട്ട്, ദ്യോതിപ്പിക്കുന്നവളായിട്ട്, തിഷ്ഠതി വസിക്കുന്നു. ഭവാൻ താം ദൃഷ്ടും അർഹതി, അങ്ങ് അവളെ കാണേണ്ടത് തന്നെയാണ്, കാണേണ്ടതാകുന്നു. അല്ലയോ അസുരശ്രേഷ്ഠ, ആ ശ്രീരത്നമാകട്ടെ അത്യന്ത സുന്ദരിയായി തൻ്റെ ദീപ്തി കൊണ്ട്, പ്രകാശം കൊണ്ട് എല്ലാ ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നവളായി
അവിടെ വസിക്കുന്നു. ഭവാൻ അവളെ കാണേണ്ടത് തന്നെയാണ് എന്ന് ഈ ചണ്ഡമുണ്ടന്മാർ ശുംഭനോട് പറയുന്നു. ഇനിയും അടുത്ത ശ്ലോകം യാനി രത്നാനി. അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ആ ശ്ലോകത്തിൽ അതും നമുക്ക് രണ്ടർത്ഥത്തിലെടുക്കാം. കാന്തി കൊണ്ട് ദിക്കുകളെ പ്രകാശിപ്പിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്ന ആ ദേവി, അവളെ കൊണ്ട് ഭവാൻ എന്ത് കാര്യമാണുള്ളത്, അവളെ കാണേണ്ടതാണ് എന്നുള്ളത് നമുക്കെടുക്കാം. ദേവി ആയതുകൊണ്ട് ദേവീ ദർശനം വേണ്ടതാണ് എന്ന് വേണമെങ്കിലും എടുക്കാം. അതായത് ഇനി ദോഷബുദ്ധിയോടുകൂടിയാണ് നോക്കുന്നതെങ്കിൽ അവൻ ഉടനെ തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് ഭവാൻ അതിന് പ്രയത്നിക്കരുത് എന്ന് വേണമെങ്കിലും എടുക്കുക അതിനകത്ത് അർത്ഥം. ഇനി അടുത്ത ശ്ലോകം യാനി രത്നാനി മണയോ ഗജാശ്വാദീനി വൈ പ്രഭോ ത്രൈലോക്യേതു സമസ്ഥാനി സാമ്പ്രതം ഭാന്തിതേ ഗൃഹേ. പ്രഭോ, ഹേ ത്രൈലോക്യേശ്വര. ഇപ്പം 3 ലോകങ്ങളുടെയും അധിപന്മാരാണ് ശുംഭനും നിശുംഭനും. അതുകൊണ്ടാണ് ത്രൈലോക്യേശ്വര എന്ന് വിളിച്ചിരിക്കുന്നത്. ത്രൈലോക്യേതു 3 ലോകത്തിലും, ഗജാശ്വാദീനി, ഗജം അശ്വം ആദി. അപ്പം ഗജം ആന, അശ്വം കുതിര. അതുപോലെ ഇവകൾ യാനി എന്നു ചില രത്നാനി, അതായത് അതാത് ജാതിയിൽ ഉത്കൃഷ്ടങ്ങളായ വസ്തുക്കളെയാണ് ഇവിടെ ഗജരത്നങ്ങളെന്നും അശ്വരത്നങ്ങളും എന്നും പറഞ്ഞിരിക്കുന്നത്. മണയഹ, പത്മരാഗാദി രത്നങ്ങളും ഉണ്ടോ? മണിയാണ്, മണി ആദി രത്നങ്ങളാണ് ഇവിടെ പത്മരാഗാദി എന്ന് മണയഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. താനി സമസ്ഥാനി സാമ്പ്രതം, അവയെല്ലാം ഇപ്പോൾ തേ ഗൃഹേ ഭാന്തി. താനി സമസ്ഥാനി സാമ്പ്രതം, അവയെല്ലാം, താനി എന്ന് പറഞ്ഞാൽ അവയെല്ലാം ഇപ്പോൾ തേ ഗൃഹേ, ഭവാന്റെ, തേ എന്ന് പറഞ്ഞാൽ നിൻ്റെ എന്ന്, ഭവാന്റെ ഇവിടെ ബഹുമാനാർത്ഥം പറഞ്ഞിരിക്കുകയാണ്. തേ ഗൃഹേ, ഭവാന്റെ ഭവനത്തിൽ ഭാന്തി ശോഭിക്കുന്നു. വൈ, അത് പ്രസിദ്ധമാണ്. അതായത് ത്രൈലോക്യേശ്വരനായ ഈ ശുംഭനോടാണ് പറയുന്നത്. ത്രൈലോക്യത്തിലുള്ള ആന, കുതിര മുതലായി അതാത് ജാതിയിൽപ്പെട്ട സകല ഉത്കൃഷ്ട വസ്തുക്കളും അതുപോലെ പത്മരാഗാദി വിശിഷ്ട രത്നങ്ങളും ഇപ്പോൾ ഭവാന്റെ ഭവനത്തിൽ ശോഭിക്കുന്നു എന്ന് പ്രസിദ്ധമാണ്. അതായത് ആന, കുതിര എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അടുത്ത ശ്ലോകങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഇനി ഇവിടെ ദൂതവചനം ഹേതുവായിട്ട് അവളെ ആനയിപ്പിക്കാനായിട്ട് യത്നം ചെയ്യുന്നുവെങ്കിൽ അതെല്ലാം 3 ലോകത്തിലും അതാതിൻ്റെ സ്ഥാനങ്ങളിൽ ചെന്ന് ചേരും എന്നും അർത്ഥമുണ്ട്. ഇപ്പോൾ ഭവാന്റെ ഗ്രഹത്തിൽ വർത്തിക്കുന്നു. അതായത് ലോകത്തിലുള്ള എല്ലാ വിശിഷ്ട സാധനങ്ങളും ഇപ്പോൾ ഭവാന്റെ കസ്റ്റഡിയിലാണ്. അതുപോലെ തന്നെ ഇതും ഈ ദേവിയും ഒരു വിശിഷ്ടമായ വസ്തുവാണ്. അതും താമസിയാതെ അങ്ങയിലേക്ക് എത്തിച്ചേരും എന്നാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. ഐരാവത സമാനീതോ ഗജരത്നം പുരന്തരാത് പാരിജാതതരുശ്ചായം തഥൈവോച്ചൈശ്രവാഹയ. പുരന്തരാത്, പുരന്തരൻ ഈ ഇന്ദ്രനാണ്. പുരന്തരാത്, ഇന്ദ്രനിൽ നിന്ന്. ഐരാവത ഗജരത്നം, അതായത് ആനകളിൽ ശ്രേഷ്ഠമായതാണ് ഐരാവതം. ഇന്ദ്രൻ്റെ ആനയായ ഐരാവതം എന്നുപേരായ ശ്രേഷ്ഠൻ. അയം പാരിജാത തരു, അയം ഈ പാരിജാത തരു എന്ന ഈ കൽപ്പവൃക്ഷവും തഥാ ഏവ അപ്രകാരം തന്നെ ഉച്ചൈശ്രവഹയഃ, ഉച്ചൈശ്രവസ എന്ന കുതിരയും. ഇതാണ് ഇതിന് മുമ്പിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ഗജരത്നവും അശ്വശ്രേഷ്ഠവും ഒക്കെ ആയിട്ടുള്ള അശ്വരത്നവും ഒക്കെ. അതായത് ഗജങ്ങളിൽ ശ്രേഷ്ഠനായ ഐരാവതം, കുതിരകളിൽ ശ്രേഷ്ഠമായ ഉച്ചൈശ്രവസ എന്ന ഇന്ദ്രൻ്റെ കുതിര സമാനീത, അങ്ങാൽ സമ്യക്കാകുമെന്നും ആനയിക്കപ്പെട്ടു. അതായത് അങ്ങയോടുകൂടി ചേർന്നിരിക്കാൻ വേണ്ടി അവയെല്ലാം അങ്ങ് കൊണ്ടുവന്നു എന്നർത്ഥം. പ്രഭോ, ദേവേന്ദ്രനടുത്ത് നിന്ന് ഐരാവതം എന്ന ശ്രേഷ്ഠമായ ഗജവും ഈ കൽപ്പകവൃക്ഷവും പാരിജാതം എന്ന കൽപ്പവൃക്ഷവും അതുപോലെ തന്നെ ഉച്ചശ്രവസ എന്ന കുതിരയെയും അങ്ങയുടെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു വച്ചിരിക്കുന്നു. അതുപോലെ എല്ലാം രത്നങ്ങളെല്ലാം ശ്രേഷ്ഠങ്ങളായവയാണെന്ന് വിചാരിക്കണം ഇവിടെ. അതുപോലെ അടുത്ത ശ്ലോകം നോക്കുക. വിമാനം ഹംസ സംയുക്തമേതത്തിഷ്ഠതി തേങ്കണേ രത്നഭൂതമിഹാനീതം യഥാസീദ്വേദസോത്ഭുതം. ഇവിടെ വേദസഹ ബ്രഹ്മാവിന് അദ്ഭുതം ആശ്ചര്യകരമായിരിക്കുന്ന യത് വിമാനം ആസീത്, ഏത് വിമാനം ഉണ്ടായിരുന്നുവോ, ഹംസ സംയുക്തം ഹംസത്തോടു കൂടിയത്, ഹംസസഹിതം, രത്നഭൂതം ശ്രേഷ്ഠമായിട്ടുള്ളതും ആയ, അതായത് ഏതത് ഇഹ ആനീതം ആ വിമാനം ഇവിടെ കൊണ്ടുവരപ്പെട്ടു.
തേ അങ്കണേ, ഭവാന്റെ അങ്കണം മുറ്റമാണ്. തേ അങ്കണേ, ഭവാന്റെ മുറ്റത്ത് തിഷ്ഠതിയിരിക്കുന്നു. അപ്പം നോക്കുക, ബ്രഹ്മാവിന് അത്ഭുതകരമായ ഒരു വിമാനം ഉണ്ടാകുന്നു. ഹംസ സംയുക്തം, ഹംസയുക്ത സംയുക്തമേതത്തിഷ്ഠതി തേങ്കണേ എന്നാണ്. വിമാനം ഹംസ സംയുക്തം, അതായത് ഹംസത്തോടു കൂടിയ ഒരു വിമാനം ബ്രഹ്മാവിനുണ്ടായിരുന്നു. ശ്രേഷ്ഠമായിട്ടുള്ളതായ ആ വിമാനം, ആ വിമാനങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് അതിപ്പോൾ ദേ ഭവാന്റെ അങ്കണത്തിൽ, ഭവാന്റെ മുറ്റത്തിരിക്കുന്നു. അതായത് ശ്രേഷ്ഠമായ വസ്തുക്കളുടെ കൂട്ടത്തിൽ അതും പെടും. ഇനി ആശ്ചര്യമായത് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം, സൃഷ്ടാവായ ജഗത്തിൻ്റെ തന്നെ സൃഷ്ടാവായ ബ്രഹ്മാവിന് ആ വിമാനം ഈ എന്ത് കാരണം കൊണ്ടാണ് ഉപേക്ഷിക്കേണ്ടി വന്നത്? അത് നമുക്കറിയാം, ശുംഭനും നിശുംഭനും അത് അവരിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണല്ലേ. ഈ വരം കൊടുത്തത് ആരാണ്? ബ്രഹ്മാവ് തന്നെയാണ് ഇവർക്ക് വരം കൊടുത്തത്. അപ്പോൾ ബ്രഹ്മാവിന് ആ വിമാനം, അവരെ ജയിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ആ വിമാനം ബ്രഹ്മാവിന് ഉപേക്ഷിക്കേണ്ടി വന്നു. ശരിക്കും ആ വിമാനത്തെ ബലാൽ അപഹരിച്ചു കൊണ്ടുവന്നാണ് ഈ അസുരൻ, അതായത് ശുംഭാസുരൻ അവരുടെ സമീപത്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കുക. നിധിരേഷ മഹാപത്മ സമാനീതോ ധനേശ്വരാത് കിഞ്ചൽക്കിനിം ദദൗജാബ്ധിർ മാലാം അമ്ലാനപങ്കജാം. ധനേശ്വരൻ ആരാണ്? കുബേരൻ, വൈശ്രവണൻ. ധനേശ്വരാത്, ധനേശ്വരൻ്റെ അടുത്ത് നിന്ന്, അതായത് കുബേരൻ്റെ അടുത്ത് നിന്ന്, യേഷഹ മഹാപത്മഹ നിധി, ഈ മഹാപത്മം എന്നു പേരായ നിധി, സമാനീത, ആനീത കൊണ്ടുവരപ്പെട്ടു, അബ്ധിഹി സമുദ്രം, കിഞ്ചത് കിനിം കേസരങ്ങളോടുകൂടിയത്, അമ്ലാനപങ്കജാം വാടാത്ത താമരപ്പൂക്കളോടുകൂടിയതുമായ, മാലാം ദദൗച മാലയെ തരികയും ചെയ്തു. അപ്പം ദേവിക്ക് സമുദ്രം കൊടുത്തിരുന്നു പണ്ട്. മാലാം അമ്ലാന പങ്കജം, ഇല്ലേ, ശിരസിലേക്കും മാറിലേക്കുമൊക്കെ വെവ്വേറെ താമരപ്പൂക്കൾ, വാടാത്ത താമരപ്പൂക്കൾ കൊണ്ടുള്ള മാലയൊക്കെ ദേവിക്ക് പണ്ട് സമ്മാനിച്ചിരുന്നു ജലധി. അതുപോലെ തന്നെ ഇവിടെ കുബേരൻ്റെ അടുത്ത് നിന്ന് മഹാപത്മം എന്നു പേരായ നിധി അപഹരിച്ചു. അതുപോലെ തന്നെ അബ്ധി സമുദ്രത്തിൻ്റെ അടുത്ത് നിന്ന്, സമുദ്രത്തിങ്കൽ നിന്ന് കേസരങ്ങളോടുകൂടിയ വാടാത്ത താമരപ്പൂക്കളോടുകൂടിയതുമായ മാലയെ ഇവിടെ ദദൗച എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സോടെ ആയിരിക്കുമോ അവരൊക്കെ കൊടുത്തതല്ല, അതെല്ലാം ബലമായിട്ട് തന്നെയാണ് ഈ അസുരന്മാർ കൈയടക്കിയത്. അപ്പോൾ ഈ കുബേരനിൽ നിന്ന് മഹാപത്മം എന്ന നിധിരത്നം അപഹരിക്കപ്പെട്ട് അങ്ങയുടെ ഗ്രഹത്തിലിരിക്കുന്നു. അതുപോലെ സമുദ്രം അങ്ങേക്ക് കേസരങ്ങളോട് കൂടിയതും ഒരിക്കലും വാടാത്തതുമായ പങ്കജ മാലാരത്നത്തെയും തന്നു. എല്ലാം മഹത്തുക്കളായ രത്നങ്ങൾ തന്നെയാണ്, എല്ലാം നിധികളാണ് എന്ന് സാരം. ഇനി അടുത്ത ശ്ലോകം. ഛത്രം ദേവാരുണം ഗേഹേ കാഞ്ചനസ്രാവിതിഷ്ഠതി തഥായം സ്യന്തനവരോ യപുരാസീത് പ്രജാപതേ. വാരുണം എന്ന് പറഞ്ഞാൽ വരുണനെ സംബന്ധിച്ചതാണ്. സമുദ്രരാജാവാണ് വരുണൻ. കാഞ്ചനസ്രാവി സ്വർണ്ണവർഷം പെയ്യുന്നതായ, ഛത്രം വെൺകുറ്റക്കുടയും, തഥാ യഹ അതുപോലെ യാതൊന്ന്, പുരാ പ്രജാപതേഹി പണ്ട് പ്രജാപതിയായ ബ്രഹ്മാവിന് ആസീത് ഉണ്ടായിരുന്നു. അയം സ്യന്തനവരഹ ഈ രഥരത്നവും. അപ്പോൾ ഈ വെൺകറ്റക്കുടയിൽ നിന്ന് സ്വർണ്ണവർഷം ഇങ്ങനെ പെയ്യുന്ന വെൺകറ്റക്കുടയോടുകൂടിയ ഒരു രഥം ബ്രഹ്മാവിന് പണ്ടുണ്ടായിരുന്നു. ആ രഥരത്നവും തേ ഗേഹേ തിഷ്ഠതി, ഗേഹം ഭവനമാണ്, തേ അങ്ങയുടെ ഭവനത്തിൽ ഇപ്പോൾ ദേ ഇരിക്കുന്നു എന്ന് പറയുകയാണ്. വരുണനെ സംബന്ധിച്ചതും, അതായത് കാന്തി കൊണ്ട് സ്വർണ്ണവർഷം പെയ്യുന്നതുമായ വെൺകൊറ്റക്കുടയും അതുപോലെ പണ്ട് ബ്രഹ്മാവിനുണ്ടായിരുന്ന ഈ രഥരത്നവും ഭവാനാൽ അപഹരിക്കപ്പെട്ട് ഇപ്പോൾ ദേ അങ്ങയുടെ ഗ്രഹത്തിൽ ഇരിക്കുന്നു. അല്ലെങ്കിൽ വെൺകുറ്റക്കുട ഭവാന്റെ കാഞ്ചനസ്രാവിയായ, അതായത് സ്വർണ്ണവർഷം പെയ്യുന്ന, സ്വർണ്ണം ഇങ്ങനെ പൊഴിയുന്നത് ഗ്രഹത്തിൽ വർത്തിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ രത്നം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് രത്നം പതിച്ചതെന്നല്ല, എല്ലാ വസ്തുക്കളിലും ശ്രേഷ്ഠമായതിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകം. മൃത്യോരുൾക്രാന്തിതാ നാമ ശക്തിരീശത്വയാ ഹൃദ പാശസലിലരാജസ്യ ഭ്രാതുസ്തവ പരിഗ്രഹേ. ഈശ, അല്ലയോ സ്വാമിൻ, മൃത്യോഹോ കാലൻ്റെ ഉത്ക്രാന്തിത നാമശക്തി, മരണത്തെ ഉണ്ടാക്കുന്നത് എന്ന് പ്രസിദ്ധയായ ശക്തിയാണ് ഉത്ക്രാന്തിത നാമശക്തി എന്ന് പറഞ്ഞാൽ. ത്വയാ ഹൃദ ഭവാനാൽ അപഹരിക്കപ്പെട്ടു, ഹൃദ അപഹരിക്കപ്പെട്ടു. സലിലരാജസ്യ പാശഃ, സലിലം വെള്ളമാണ്, സലിലരാജൻ വരുണനാണെന്ന് പറഞ്ഞു. അപ്പോൾ സലിലരാജൻ്റെ, അതായത് വരുണൻ്റെ പാശഃ, പാശായുധം, പാശം കയറാണ്.
തവ ഭവാന്റെ ഭ്രാതുഹു പരിഗ്രഹേ, സഹോദരൻ്റെ ഭവനത്തിൽ വർത്തിക്കുന്നു. ഭ്രാതുഹു എന്ന് പറഞ്ഞിരിക്കുന്ന സഹോദരനാണ്. ഇത് ശുംഭനോടാണ് പറയുന്നത്. അപ്പോൾ ശുംഭൻ്റെ സഹോദരൻ നിശുംഭനാണ്. ഇവിടെ ആ സലിലരാജനായ വരുണൻ്റെ പാശായുധം ഇപ്പോൾ ഭവാന്റെ സഹോദരൻ്റെ ഭവനത്തിൽ ഇരിക്കുന്നു. ഹേ സ്വാമിൻ, മരണത്തെ ഉണ്ടാക്കുന്നത് എന്ന് പ്രസിദ്ധമായ കാലൻ്റെ ശക്തി ഭവാനാൽ അപഹരിക്കപ്പെട്ടു. വരുണൻ്റെ പാശായുധം ഭവാന്റെ സഹോദരനായ നിശുംഭൻ്റെ ഗൃഹത്തിലും ഇപ്പോൾ ഇരിക്കുന്നു. അപ്പോൾ വരുണപാശവും അങ്ങയുടെ സഹോദരൻ്റെ കൈവശത്തിലാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മരണത്തിൻ്റെ ശക്തി ഇപ്പോൾ നമ്മൾ ഇതിനു മുമ്പേ വായിച്ചറിഞ്ഞു. അതായത് ദേവന്മാർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും അധികാരി ഇപ്പോൾ ഇവരാണ്, ശുംഭനും നിശുംഭനുമാണ്. അവരിൽ നിന്നെല്ലാം അപഹരിക്കപ്പെട്ടിരിക്കുകയാണ്. അതാണ്. ഇനി അടുത്ത ശ്ലോകം. നിശുംഭസ്യാബ്ദിജാതാശ്ച സമസ്താരത്നജാതയഃ വന്യശ്ചാവിദദൗ തുഭ്യം അഗ്നിശൗചേ ച വാസസി. അബ്ധിജാതാഹ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ നിന്നുണ്ടായവ. ജാതഹ ഒരെണ്ണം, ജാതാഹ ഉണ്ടായവകൾ. സമസ്താഹ രത്നജാതയ, എല്ലാ രത്നസമൂഹങ്ങളും. നമുക്കറിയാം മുത്ത്, പവിഴം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും സമുദ്രത്തിൽ നിന്നുണ്ടായതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിശുംഭൻ്റെ ഗ്രഹത്തിലാണിപ്പോൾ ഉള്ളത്. സമസ്ത രത്നജാതയ നിശുംഭസ്യ, നിശുംഭൻ്റെ ഗ്രഹത്തിലാണ് ഉള്ളതെന്നർത്ഥം. അതിൻ്റെ എല്ലാം കസ്റ്റഡി ഇപ്പോൾ നിശുംഭനാണ്. വന്യഹി ച അഭി, അതുപോലെ അഗ്നി ഭഗവാനും തുഭ്യം അഗ്നിശൗചേ, അങ്ങേക്ക്, തുഭ്യം എന്ന് പറഞ്ഞാൽ അങ്ങേക്ക്, അഗ്നി ശൗചേ, അഗ്നിയിൽ നിർമ്മലമാക്കുന്ന. ശൗചം ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥമല്ല ഇവിടെ. ശുദ്ധമാക്കുന്ന എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ നിർമ്മലമാക്കപ്പെടുന്നത്, ശുദ്ധമാക്കപ്പെടുന്നത് എന്നർത്ഥം. വാസസി ച, വാസസി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെയാണ്. അതായത് അഗ്നിയാൽ നിർമ്മലമാക്കപ്പെടുന്ന വസ്ത്രങ്ങൾ ദാനം ചെയ്തു. ദദൗ, ദാനം ചെയ്തു. അപ്പോൾ അഗ്നി ഭഗവാൻ അഗ്നിയാൽ ശുദ്ധമാക്കപ്പെടുന്ന വസ്ത്രങ്ങളും അവിടത്തേക്ക് ദാനം ചെയ്തു. സമുദ്രത്തിൽ നിന്നുണ്ടായ സകല രത്ന സമൂഹങ്ങളും നിശുംഭൻ്റെ ഗ്രഹത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ അഗ്നി ഭഗവാനും അങ്ങേക്ക് വളരെയധികം, അതായത് അഗ്നിയിലിട്ട് നിർമ്മലമാക്കുന്ന വസ്ത്രങ്ങളെയും ദാനം ചെയ്തു എന്ന്. ഇനി വേറെ പറഞ്ഞിരിക്കുന്ന അഗ്നി ശൗചങ്ങൾ എന്ന് പേരുള്ള എന്ന് വേറൊരു ബുക്കിൽ കാണുന്നുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഈ ശൗചം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയിട്ട് കൈകാലൊക്കെ കഴുകി ശുദ്ധമാവുന്നതിനെയാണ് ശൗചം ചെയ്യുക എന്ന് പറയുക. ഇനി ഇവിടെ ശുദ്ധമാക്കപ്പെട്ട, ആദ്യം പറഞ്ഞ അർത്ഥം തന്നെയാണ് കറക്റ്റ്. അതായത് അഗ്നിയാൽ ശുദ്ധമാക്കപ്പെട്ട, അതായത് നിർമ്മലമാക്കപ്പെട്ട വസ്ത്രങ്ങൾ ദാനം ചെയ്തു എന്നാണ് വിവക്ഷ. ഇനി അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് മമ ത്രൈലോക്യമഖിലം മമതേ. അടുത്ത ശ്ലോകം 53-ാമത്തെയാണ്. ഏവം ദൈത്യേന്ദ്രരത്നാനി സമസ്താന്യാഹൃതാനി തേ സ്ത്രീരത്നമേഷ കല്യാണി ത്വയാ കസ്മാന്ന ഗൃഹ്യതേ. ഏവം ദൈത്യേന്ദ്ര അസുരശ്രേഷ്ഠ എന്ന് വിളിച്ചിരിക്കുകയാണ്. ഏവം, ഈ പറഞ്ഞതുപോലെ, അതായത് ഇത്ര നേരവും ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മേൽ പറഞ്ഞതുപോലെ, സമസ്താനി രത്നാനി, സമസ്തങ്ങളായ, അതായത് സർവരത്നങ്ങളും, തേ ആഹൃതാനി, അങ്ങേക്കായിട്ട്, ആഹൃതാനി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരപ്പെട്ടു രത്നങ്ങളെല്ലാം, ആഹൃതാനി. ഏഷാ കല്യാണി സ്ത്രീരത്നം, അതുപോലെ ഈ അംബികയായ സ്ത്രീരത്നത്തെയും, അതായത് സ്ത്രീകളിൽ വെച്ച് രത്നം തന്നെയാണ് ഈ ദേവി. അതുകൊണ്ടാണ് ഈ അംബികയായ സ്ത്രീരത്നത്തെയും ത്വയാ, ഭവാനാൽ, കസ്മാത് ന ഗൃഹ്യതേ, എന്ത് കാരണം കൊണ്ട് ഗ്രഹിക്കപ്പെടുന്നില്ല, ന ഗൃഹ്യതേ, ഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങ് ഗ്രഹിക്കണം, സ്വീകരിക്കണം. എന്തുകൊണ്ട് ഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, അതായത് അല്ലയോ അസുരശ്രേഷ്ഠ, മുൻ പറഞ്ഞതുപോലെ സകല രത്നങ്ങളും അങ്ങേക്കായി കൊണ്ടുവരപ്പെട്ടു. എന്തുകൊണ്ട് സ്ത്രീരത്നമായ ഈ അംബികാദേവി അവിടുന്ന് എന്തുകൊണ്ടാണ് ഗ്രഹിക്കാത്തത്, എന്തുകൊണ്ടാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. ഇനി സ്വീകരിക്കാതിരിക്കുന്നതിന് ഒരു കാരണവുമില്ലാത്തത് കൊണ്ട് സ്വീകരിച്ചാലും എന്ന് താല്പര്യപ്പെടുകയാണ്. സകല രത്നങ്ങളും കൊണ്ടുവന്നു, അതുകൊണ്ട് ഈ ശ്രീരത്നത്തെയും ഭവാന് കൊണ്ടുവരാം. ഈ ശ്രീരത്നം ഭവാന് കല്യാണിയല്ല, ശുഭകാരണിയല്ല. ത്വയാ കസ്മാത് ഗൃഹ്യതേ, അങ്ങയാൽ എന്തിന് ഗ്രഹിക്കപ്പെടുന്നു എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഇവൾ മഹേശ്വര പത്നിയാണ്. അസുരന്മാരെ നശിപ്പിക്കാൻ
ജനിച്ചവളാണ്, അതുകൊണ്ട് ആ വിചാരത്തെ ത്യജിക്കണമെന്ന് വേണമെങ്കിൽ വേറെ അർത്ഥത്തിലും എടുക്കാം. അങ്ങനെ ഏതായാലും ചണ്ടമുണ്ടന്മാർ പറയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ അർത്ഥം തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ അർത്ഥത്തിൽ ചിന്തിക്കാം. ദൈത്യേന്ദ്ര രത്നാനി എന്നതിന് ദൈത്യ എന്നും ഇന്ദ്രരത്നാനി എന്നതിന് ദൈത്യ, അതായത് ഇന്ദ്രരത്നാനി എന്ന് വേണമെങ്കിൽ പറയാം. ദൈത്യേന്ദ്ര രത്നാനി എന്നതിന് ദൈത്യ എന്നും ഇന്ദ്രരത്നാനി എന്നും പദച്ഛേദം വരുന്നുണ്ട്. ദൈത്യ എന്ന് സംബോധന ചെയ്യുന്നതാണ്. അതുപോലെ ഇന്ദ്രരത്നാനി എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ സംബന്ധിച്ച ഐരാവതം, ഉച്ചൈശ്രവസ്, പാരിജാതം ഇങ്ങനെയുള്ള വസ്തുക്കളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്ന രത്നങ്ങളായിട്ട്. അടുത്തത് ഋഷിരുവാച, ഒരു മന്ത്രമാണ്. ഇനി അടുത്ത ശ്ലോകം നോക്കുക. നിശമ്യേതി വജശുംഭ സതതാ ചണ്ഡമുണ്ടയോഹോ പ്രേഷയാമാസ സുഗ്രീവം ദൂതം ദേവ്യാ മഹാസുരം. ഋഷി പറഞ്ഞു, സഹ ശുംഭ തഥ, ആ ശുംഭാസുരൻ, സഹ അപ്പോൾ, തഥ അപ്പോൾ, ചണ്ഡമുണ്ടയോഹോ വജഹ, ചണ്ഡമുണ്ടന്മാരുടെ വാക്കിനെ, വജഹ വാക്കിനെ, ഇതി നിശമ്യ ഇങ്ങനെ കേട്ടിട്ട്, മഹാസുരം സുഗ്രീവം ദൂതം, മഹാസുരനായ സുഗ്രീവൻ എന്ന ദൂതനെ ദേവ്യാഹ പ്രേഷയാമാസ, ദേവിയെ ഉദ്ദേശിച്ചയച്ചു. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ദേവി ദൂത സംവാദ എന്ന പേര് വന്നത്. അതായത് ഇവിടെ ചണ്ഡമുണ്ടന്മാരുടെ വാക്കുകളെ കേട്ടിട്ട് മഹാസുരനായ സുഗ്രീവൻ എന്ന ദൂതനെ ദേവിയുടെ അടുത്തേക്ക് ശുംഭാസുരൻ പറഞ്ഞു അയക്കുകയാണ്. അപ്പോൾ സുഗ്രീവൻ എന്ന ദൂതനെ, സുഗ്രീവൻ അസുരനാണ്, നമ്മുടെ രാമായണത്തിലെ സുഗ്രീവനല്ല. അതുകൊണ്ട് ആ അസുരൻ, മഹാസുരനായ ശുംഭൻ അപ്പോൾ ഈ സുഗ്രീവൻ എന്ന ദൂതനെ അയച്ചുകൊണ്ട് ദൂതൻ ചെന്ന് ദേവിയോട് പറയുന്നത് വെച്ചിട്ടാണ് ഈ അധ്യായത്തിന് ദേവീ ദൂത സംവാദ എന്ന് പേര് വന്നത്. ഇനി അടുത്ത ശ്ലോകം. ഇത് ചേതിച്ച വക്തവ്യ സാഗത്വാ വചനാന്മമ യഥാചാഭ്യേതി സംപ്രീത്യ തഥാ കാര്യം ത്വയാ ലഘു. ഇനി മമ വചനാത്, എൻ്റെ വാക്ക് ഹേതുവായിട്ട്, അതായത് ഞാൻ പറയുന്ന വാക്കുകൾ അനുസരിച്ച് നിന്നാൽ, ഗത്വ ഇതിജ, അതായത് അവിടെ ചെന്നിട്ട് ഇങ്ങനെ സ വക്തവ്യ, അവൾ പറയപ്പെടേണ്ടവളാകുന്നു എന്ന് പറഞ്ഞാൽ ദേവിയോട്, പ്രീതിയോട്, അവളോട് ഇങ്ങനെയെല്ലാം പറയണം. അതായത് ഇവിടെ ആ സ്ത്രീരത്നം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന കൗശികി ദേവിയോട്, അത് ശുംഭൻ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന അവളോട് പറയണം. മമ വചനാത്, എൻ്റെ വാക്ക് ഹേതുവായിട്ട്, ഗത്വ ഇതി ച എന്ന് പറഞ്ഞാൽ അവിടെ ഗത്വ പോയിട്ട്, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പറയണം. സ വക്തവ്യ, അവൾ പറയപ്പെടേണ്ടവളാകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ വാക്കുകൾ അവളോട് പറയപ്പെടണം. യഥാസംപ്രീത്യ, യാതൊരു പ്രകാരം പ്രീതിയോടുകൂടി, സംപ്രീതയായിട്ട്. ലഘു അഭേദി, ലഘു അഭേദി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ അവൾ വരുമോ. ത്വയാ തഥാ കാര്യം, നിന്നാൽ അപ്രകാരം ചെയ്യപ്പെടേണ്ടതാകുന്നു. അതായത് ഈ വാക്കുകൾ കേട്ടിട്ട് അവൾ വേഗത്തിൽ എൻ്റെ അടുത്തേക്ക് വരാൻ പാകത്തിന്, അതായത് അവൾ വരാൻ സമ്മതിക്കണം എന്നുള്ള എൻ്റെ വാക്ക് നിമിത്തം നീ അവിടെ ചെന്ന് അവളോട് ഇങ്ങനെയെല്ലാം പറയണം. എങ്ങനെയായാലും അവൾ പ്രീതിയോടുകൂടി വേഗത്തിൽ ഇവിടെ വരുമോ അതുപോലെ ഹിതകരമായി നീ എല്ലാം ചെയ്യണം എന്ന് സുഗ്രീവനോട് പറയുകയാണ്. ഹേ സുഗ്രീവ, നീ അവിടെ ചെന്ന്, ദൂത, നീ അവിടെ ചെന്ന് എൻ്റെ വാക്കുകളെ അവൾക്ക് പ്രീതി വരും പ്രകാരം പറയണം എന്ന് ആവശ്യപ്പെട്ടു. ഈ വാക്കുകൊണ്ട് ശുംഭനിശുംഭന്മാർ രജോഗുണ പ്രധാനികളാണെന്ന് വെളിവാകുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരെ കൊല്ലുന്നതിന് സത്വഗുണപ്രധാനമായ അവതാരം ആയ കൗശികി ദേവി ഉത്ഭവിച്ചത് എന്നും അറിയേണ്ടതാണ്. ഇനി സതത്ര ഗത്വായത്രാസ്ഥേ ശൈലോദ്ദേശേതി ശോഭനെ സാ ദേവി താം തതപ്രാഹശ്ലക്ഷണം മധുരയാഗിര. ഇനി സ തത്ര ഗത്വ, സ അവിടെ യാതൊരു ദിക്കിലാണോ, ഏറ്റവും അതിശോഭനെ ശൈലോദ്ദേശേ, ഏറ്റവും മനോഹരമായ പർവ്വത പ്രദേശത്തിൽ സാ ദേവി ആസ്തേ, ആ ദേവി വസിക്കുന്നുവോ. സഹ തത്ര ഗത്വ, ആ ദൂതൻ അവിടെ ചെന്നിട്ട്, തതഃ താം ശ്ലക്ഷണം, അനന്തരം അവളോട് ഉചിതമാകും വണ്ണം, മധുരയാ ഗിര പ്രാഹ, മധുരയാ ഗിര വാക്കാണ്. മാധുര്യത്തോടുകൂടി, അതായത് വളരെ അത്യന്തം മയമായ മധുരമായ ശബ്ദത്തിൽ, വാക്കുകൾ കൊണ്ട്, അസുരന്മാരുടെ ശബ്ദമല്ലേ, ഘോര ശബ്ദമൊന്നുമല്ല, ഇവിടെ നല്ല മധുരമായ ശബ്ദത്തോടുകൂടി സുഗ്രീവൻ പറഞ്ഞു എന്നാണ്.
ആ സുഗ്രീവൻ എന്ന ദൂതൻ ആ ദേവി വസിക്കുന്ന അതിമനോഹരമായ പർവ്വത പ്രദേശത്തിൽ നമ്മൾ വായിച്ചു, ആ ദേവിയുടെ കാന്തി കൊണ്ട് പർവ്വതങ്ങളെല്ലാം ശോഭിക്കുകയാണെന്ന്, പർവ്വത പ്രദേശമെല്ലാം ശോഭിച്ചിരിക്കുകയാണെന്ന് നമ്മൾ വായിച്ചു. അങ്ങനെ ആ ശോഭിച്ചിരിക്കുന്ന അതിമനോഹരമായ പർവ്വത പ്രദേശത്തിൽ ചെന്നിട്ട് അവളോട് ഉചിതമായ രീതിയിൽ മധുരമായ ശബ്ദത്തിൽ പറഞ്ഞു എന്ന് അർത്ഥം. ഇനി അടുത്ത ശ്ലോകം. ദേവി ദൈത്യേശ്വര ശുംഭസ്ത്രൈലോക്യേ പരമേശ്വര ദൂതോഹം പ്രേഷിതസ്ഥേന ത്വത്സകാശമിഹാഗത. ഇനി ദേവി ദൈത്യേശ്വര. ഇനി ഹേ ദേവി, ദൂതൻ പറയുകയാണ്. ദൂത ഉവാച എന്നുണ്ട് അവിടെ അല്ലേ, ദൂത ഉവാച. ഇവിടെ മുതൽ ദൂതൻ പറയുന്നതാണ്. ഇവിടെയാണ് ശരിക്കും ദേവി ദൂത സംവാദം. ഇനി ദൂതൻ പറഞ്ഞു, ഹേ ദേവി, ത്രൈലോക്യേ, 3 ലോകത്തിലും, പരമേശ്വര ഉത്കൃഷ്ടേശ്വരൻ. ഇപ്പോൾ പരമേശ്വരൻ ശിവനല്ല, ഇവിടെ ഈ അസുരനെയാണ് പറയുന്നത്. ഉത്കൃഷ്ടേശ്വരനായി, ദൈത്യേശ്വരനായി, ശുംഭൻ എന്നു പേരായ അസുരേശ്വരനായിരിക്കുന്ന ശുംഭൻ. അഹം തേന പ്രേഷിത, ഞാൻ അവനാൽ അയക്കപ്പെട്ട ദൂതനാകുന്നു. ഇഹ ഇവിടെ ത്വത്സകാശം ആഗത, നിന്റെ സമീപത്തിൽ. ത്വത് എന്ന് പറഞ്ഞാൽ നിന്റെ, സകാശം സമീപത്ത് വന്നിരിക്കുന്നു. അല്ലേ ദേവി, 3 ലോകങ്ങളിലും ഉത്കൃഷ്ടേശ്വരനായി ദൈത്യേശ്വരനായിരിക്കുന്ന ശുംഭൻ്റെ ദൂതൻ, സുഗ്രീവൻ എന്ന് വിളിക്കുന്ന ദൂതനാണ് ഞാൻ, ശുംഭനാൽ അയക്കപ്പെട്ടവനാണ് എന്ന് ഇപ്പോൾ നിന്റെ അടുത്ത് ദൂതനായി വന്നിരിക്കുകയാണ് എന്ന് ദേവിയോട് പറഞ്ഞു. ഇവിടെ രാജാവായിരിക്കുന്ന ദേവൻ്റെ സ്ത്രീയാകുവാൻ പോകുന്നു എന്ന് ഉദ്ദേശിച്ചാണ് ദേവി എന്ന് ഇവിടെ ഈ അസുരൻ സംബോധന ചെയ്തിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഉത്കൃഷ്ടനായിരിക്കുന്ന മധുരമുള്ള വാക്കുകൾ തന്നെയാണ് പറയുന്നത്. ഞാൻ സന്ദേശം കൊണ്ടുവന്നിരിക്കുന്ന ദൂതനാണ്, ത്രൈലോക്യ പരമേശ്വര എന്നാണ്. ആ ഒരു പദമാക്കുമ്പോൾ ത്രൈലോക്യാധിപനായി 3 ലോകത്തെയും രക്ഷിക്കുന്നവനായി ആ ലക്ഷ്മി വല്ലഭനായിരിക്കുന്ന വിഷ്ണു അല്ലെങ്കിൽ ശ്രീ പരമേശ്വരൻ എന്നൊക്കെയാണ് ഈ ത്രൈലോക്യേശ്വരനെ കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൂതനാണ് എന്ന് പറഞ്ഞത് തന്നെ ദേവി അവനെ വധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സുഗ്രീവന് ശരിക്കും ബുദ്ധിയുണ്ടപ്പോൾ നിഗ്രഹിക്കാതിരിക്കുന്നതിനാണ് ഇങ്ങനെ വളരെ മയത്തോടുകൂടി ദേവി എന്നൊക്കെ സംബോധന ചെയ്തത്. ഇനി അടുത്ത ശ്ലോകം. അവ്യാഹതാജ്ഞ സർവാസു യസ്സദാ ദേവയോനിഷു നിർജിതാഖില ദൈത്യാരി സ യഥാഹ ശൃണ്വതത് സ യത് സദാ. ഏതൊരുത്തൻ എപ്പോഴും, അല്ലെങ്കിൽ ആരാണോ അവൻ എപ്പോഴും, സർവാസു ദേവയോനിഷു, സകല ദേവന്മാരുടെ വിഷയങ്ങളിലും, ദേവയോനിഷു അവ്യാഹതാജ്ഞ, തടുക്കാൻ പാടില്ലാത്ത കൽപ്പനയോടുകൂടിയവനായി, നിർജിതാഖില ദൈത്യാരി സഹ, നിശ്ചയേന ജയിക്കപ്പെട്ട അഖില ദേവന്മാരോട് കൂടിയവനായിരിക്കുന്ന ആ ശുംഭൻ. അതായത് യത് ആഹ, യാതൊന്നിനെ പറഞ്ഞുവോ, തത് ശൃണുഷ്വ, അതിനെ, ആ വാക്കിനെ കേട്ടാലും എന്ന്. ഇവിടെ എല്ലാ വിഷയവും അതുപോലെ തന്നെ സകല ദേവന്മാരെയും ജയിച്ചവനായിരിക്കുന്ന ശുംഭൻ പറഞ്ഞ വാക്കിനെ കേട്ടാലും എന്നാണ്. എല്ലാ ദേവന്മാരാലും, അതായത് എല്ലാ ദേവന്മാരെയും പരാജിതനാക്കിയ, ഇപ്പോൾ വളരെ അഹങ്കാരത്തോടു കൂടി ഇരിക്കുന്ന, സകല അധികാരത്തോടും കൂടിയിരിക്കുന്ന ശുംഭൻ പറഞ്ഞ വാക്കിനെ കേട്ടാലും. അല്ലയോ ദേവി, ഏതൊരുത്തനാണോ സകല ദേവന്മാരിലും തൻ്റെ ശാസന പ്രയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ദേവന്മാരെയും പരാജയപ്പെടുത്തി അവരിലൊക്കെ അധികാരം സ്ഥാപിച്ചിരിക്കുന്നത്, അതുപോലെ ആ ദേവന്മാരെ നിശേഷം ജയിക്കപ്പെട്ട് അഖില ദേവന്മാരോടും കൂടിയവനായിരിക്കുന്നത്, ആ ശുംഭൻ പറഞ്ഞു വിട്ട വാക്കിനെ അവിടുന്ന് കേട്ടാലും എന്ന് പറയുകയാണ്. ഇനി അടുത്ത ശ്ലോകം നോക്കുക. മമ ത്രൈലോക്യമഖിലം മമ ദേവാവശാനുഗ യജ്ഞഭാഗാനഹം സർവാനുപാശ്നാമി പൃഥക് പൃഥക്. ത്രൈലോക്യം അഖിലം മമ, ലോകത്രയം എല്ലാം എനിക്കാകുന്നു എന്ന് പറഞ്ഞാൽ ത്രയം 3 3 ലോകങ്ങളും എനിക്കാകുന്നു. ദേവാഹ മമ വശാനുഗാ, ദേവന്മാർ എൻ്റെ ചൊൽപ്പടിക്കുള്ളവരാകുന്നു. അഹം സർവാൻ യജ്ഞഭാഗാൻ, ഞാൻ എല്ലാ യജ്ഞഭാഗങ്ങളെയും ഭുജിക്കുന്നു. പൃഥക് പൃഥക് ഉപാശ്നാമി, വേറെ വേറെ ഭക്ഷിക്കുന്നു. ഏത് യജ്ഞം ഭൂമിയിൽ നടത്തിയാലും അതിൻ്റെ എല്ലാം ആ യജ്ഞത്തിൻ്റെ ഭോക്താവ് ഞാനാണിപ്പോൾ. ഇതെല്ലാം ദേവന്മാരോട് ഞാൻ പിടിച്ചടക്കിയതാണ്, അവരുടെ എല്ലാം അധിപനാണ് ഞാനിപ്പോൾ. ദേവന്മാർ എൻ്റെ ചൊൽപ്പടിക്കുള്ളവരാകുന്നു എന്ന് ഇത് ദൂതൻ പറയുകയാണ്. ഇങ്ങനെ പ്രത്യേകമുള്ള ആഹുതി രൂപങ്ങളായ യജ്ഞഭാഗങ്ങളെ ശുംഭനായ ഞാൻ തന്നെയാണ് ഭുജിക്കുന്നു. മമ എന്നുള്ളത് മായയെയും, അഹം എന്നുള്ളത്
അവിദ്യയെയും കുറിക്കുന്നത് കൊണ്ടാണ് മായാരൂപിണിയാ എന്നും അവിദ്യാരൂപിണിയായും ഇരിക്കുന്ന ദേവി എന്ന് പറയപ്പെടുന്നത്. ലോകത്രയവും യജ്ഞഭാഗങ്ങളും അതായത് യാഗഭാഗങ്ങളും എന്ന് ഇനി നമുക്ക് അറിയാം. അതെല്ലാം ഇപ്പോൾ അസുരന്മാർക്ക്, അതായത് ശുംഭനും നിശുംഭനും ഉള്ളതാണ്. അത് ദേവന്മാരുടെ അധികാരത്തിൻ്റെ അധികാരം കൈയടക്കിയതിൻ്റെ തെളിവായിട്ട് പറയുന്നതാണിത്. ഇനി അടുത്തത് നോക്കുക. ത്രൈലോക്യ വരരത്നാനി മമ വശ്യാന്യശേഷത തഥൈവ ഗജരത്നം ച ഹൃദം ദേവേന്ദ്രവാഹനം. ഇവിടെ ത്രൈലോക്യ വരരത്നാനി എന്ന് പറഞ്ഞാൽ ത്രൈലോക്യം 3 ലോകം, വരരത്നങ്ങൾ, വരം ഇവിടെ ശ്രേഷ്ഠമാണ്, ശ്രേഷ്ഠരത്നങ്ങൾ, അശേഷത എല്ലാം ഇവിടെ ശേഷിക്കാതെ എല്ലാം തന്നെ സമസ്ത രത്നങ്ങളും മമ വശ്യാനി എനിക്ക് എൻ്റെ വശത്താണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അധീനതയിലാണ്. തഥാ ഏവ അപ്രകാരം തന്നെ ദേവേന്ദ്രവാഹനം ഇന്ദ്രവാഹനമായ ഗജരത്നവും, ഗജരത്നം ച ഗജരത്നവും ഹൃദം എന്നാൽ അപഹരിക്കപ്പെട്ടു, ഹൃദം ഹരിക്കപ്പെട്ടു, അപഹരിക്കപ്പെട്ടു. അപ്പോൾ ഈ 3 ലോകത്തിലുമുള്ള എല്ലാ ശ്രേഷ്ഠരത്നങ്ങളും എൻ്റെ അധീനത്തിലാണുള്ളത്. അപ്രകാരം ദേവേന്ദ്രവാഹനമായ ഗജരത്നം അതായത് ഐരാവതവും ഇപ്പോൾ എന്നാൽ അപഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇവിടെ മമ പറഞ്ഞിരിക്കുന്നത് മായയെ പറയുന്നതാകുന്നു. അതുകൊണ്ട് ത്രൈലോക്യത്തിലുമുള്ള എല്ലാ രത്നങ്ങളും ദേവിക്ക് അധീനങ്ങളാണ്. അതായത് ദേവി ഈ അസുരനെ സ്വീകരിച്ചാൽ ഇതെല്ലാം ദേവിക്ക് അധീനമാകും എന്ന് ഒരു വശത്താക്കാനുള്ള ഒരു വാക്കാണത്. അതായത് ശുംഭൻ അധീനമല്ല. അതുപോലെ തന്നെ ഗജരത്നവും ദേവിയാലാണ് അപഹരിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വരും. അപ്പോൾ ഇല്ലേ, ശുംഭനാലല്ല, ശുംഭൻ അഹങ്കാരം കൊണ്ട് ഇങ്ങനെ പറയുന്നതാകുന്നു എന്ന് വേണമെങ്കിൽ വേറെ ഒരു അഭിപ്രായം പറയാം. പക്ഷേ ഇവിടെ ദൂതൻ പറയുന്നതെല്ലാം അതേ അർത്ഥത്തിലാണ് നമ്മൾ എടുക്കേണ്ടത്. 3 ലോകത്തിലുള്ള എല്ലാ ഉത്കൃഷ്ടരത്നങ്ങളും അതുപോലെ സ്ത്രീരത്നങ്ങളും എല്ലാം എൻ്റെ അധീനത്തിലാകുന്നു. അതുപോലെ തന്നെ ദേവേന്ദ്രവാഹനമായ ഐരാവതവും എന്നാൽ അപഹരിക്കപ്പെട്ടതാണ്. ഇതെല്ലാം ഭാവിയിൽ ദേവിക്ക് അധീനമാകും എന്ന് വേണമെങ്കിൽ അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇത്രയും മതി. ഇനി അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കേൾക്കാം. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം. നന്ദി, നമസ്കാരം.